ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സീറ്റുറപ്പിച്ച CPM സ്ഥാനാർത്ഥികളോട് അനൌദ്യോഗിക പ്രചരണം തുടങ്ങാൻ നേതൃത്വത്തിന്റെ നിർദ്ദേശം. നേമത്തെ സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി രാവിലെ തന്നെ വോട്ട് ചോദിച്ചിറങ്ങിയിട്ടുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ട് വോട്ട് തേടി തുടങ്ങി. റഹീസ് റഷീദ് ഉണ്ട്. റഹീസ് റഷീദ്, ഔദ്യോഗിക പട്ടിക വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികൾ തെരുവിലിറങ്ങി തുടങ്ങിയിരിക്കുന്നു. ശിവൻകുട്ടി അണ്ണൻ എവിടെയാണ് ഇറങ്ങിയിരിക്കുന്നത്? റഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സ്ഥാനാർത്ഥികളിൽ ഒരു മാറ്റവും ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ജില്ലാ കമ്മിറ്റികൾ ഇന്നലെ അംഗീകരിച്ചതോടെ പ്രചാരണത്തിനിറങ്ങാനുള്ള നിർദ്ദേശം CPIM നേതൃത്വം നൽകിയിരിക്കുന്നു. അതിൽ പൗരപ്രമുഖരെയും ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള സന്ദർശനത്തിലുമൊക്കെയാണ് ഇന്ന് സ്ഥാനാർത്ഥികളുള്ളത്. പക്ഷേ നേമത്തെ വി ശിവൻകുട്ടി കുറച്ചുകൂടി കടന്ന്, അതായത് ശിവൻകുട്ടി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിത്തുടങ്ങി. ഓട്ടോറിക്ഷ തൊഴിലാളികളെ കണ്ട് അവരോട് വോട്ട് ചോദിച്ചാണ് ശിവൻകുട്ടി രാവിലെ തുടങ്ങിയത്. ഏതാണ്ട് 7 മണിയോടുകൂടി തന്നെ തിരുമല, ഭാഗങ്ങളിൽ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നിന്നോന്നാണ് ആ ചേട്ടൻ പറയുന്നത്. എന്താ ചേട്ടാ? നമ്മുടെ ചാനലിൽ കിട്ടട്ടെ ഇവിടെ എന്ന് പറഞ്ഞോ? ഇവിടെ നിന്ന് പറഞ്ഞോ നമ്മുടെ ആനയും കൂടി ചാനലിൽ കിട്ടട്ടെ എന്ന്. ചേട്ടൻ പേര് മണിക്കുട്ടൻ. ഇത് എങ്ങോട്ട് കൊണ്ടുപോവാ? ഇവന്റെ പേരെന്താ? ലക്ഷ്മി. കുറുമ്പൊന്നുമില്ലല്ലോ? ഒരു കുറുമ്പും ഇല്ല. എന്നാ പിടിച്ചോളാം. ഇന്ന വേണ്ട വേണ്ട വേണ്ട. ഒരു കുറുമ്പും ഇല്ല. അടിപൊളി, നല്ല ചെറിയ, നല്ല ഒരു കയ്യിൽ ഒരു കോലും മറ്റു കയ്യിൽ മറ്റൊരു കോലും കൂടി. എന്താണ് അവളുടെ പേരെന്താ? മണിക്കുട്ടിയോ ലക്ഷ്മിയോ? അതാ താഴെ ഇട്ടു. പേരെന്താ പറഞ്ഞ? മണിക്കുട്ടി. താഴെ ഇട്ടു. അതെന്താ വെച്ചാല് നമ്മൾ എടുക്കുന്നത് അറിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പൊ ഒരു ഷോ കളിയാണ് അല്ലേ? റിലാക്സ് ആയിട്ട് നിൽക്കാം. അപ്പൊ നമ്മൾ വാർത്തയിലേക്ക് എത്തിയാൽ ഇതാ ചേട്ടനെടുത്ത് കൈ വെച്ച് തന്നു, ധൈര്യത്തിൽ വെച്ചോളെ. അപ്പൊ അരുൺകുമാർ, പിന്നെ അങ്ങനെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം അരുൺകുമാർ സാറാ പറയണ്ടോ? പിന്നെ സാറിനെ ഡെയിലി കാണുന്നല്ലേ നമ്മൾ ചാനലിൽ. അവിടെ നോക്കി പറഞ്ഞു. സാർ കേൾക്കുന്നുണ്ട്. സാറ് കേൾക്കുന്നുണ്ടോ? സ്ഥിരം കാണും. സ്ഥിരം കാണും. ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം സാർ. വല്ലതും പറയണം. നേരിട്ട് കാണുമ്പോ എന്തെങ്കിലും പറയണോന്ന് ആഗ്രഹിച്ച ഒത്തിരി ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ദുരിതങ്ങൾ ഒത്തിരി ഉണ്ട്. ഞങ്ങൾക്ക് അതുപോലെ കഷ്ടപ്പാടും ദുരിതങ്ങളും അതെല്ലാം പറയണം. എല്ലാ സാറിന്റെ അടുത്ത് പറയണമെന്നുണ്ട്. രാവിലെ ചായ കുടിക്കുന്നതൊക്കെ നിന്ന് കാണും. വീട്ടിൽ ഇരിക്കുമ്പോ ഇല്ല, സാറ് കോപ്പിയായിട്ട് കയറി വരുന്നതും സാറിന് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സാറിന്. 100 ഉമ്മ. 100 ഉമ്മ കിട്ടി സാറേ. പിന്നെ ഇതിനപ്പുറം എന്ത് രാവിലെ വേണം? തിരിച്ചും പേര് മണിക്കൂട്ടൻ. എന്റെ പേര് ആനാട്, പേര് ലക്ഷ്മി. എവിടെ വീട്? ഞങ്ങള് ഈരാറ്റുപേട്ട മുണ്ടക്കൈ. ഈരാറ്റുപേട്ട മുണ്ടക്കൈ എന്റെ നാട്ടുകാരനാ. ഞാൻ ഈരാറ്റുപേട്ടയാ. ഞങ്ങൾ മുണ്ടക്കത്ത. ഞാൻ തെരനാടുകാരനാ. കല്യാണം കഴിച്ചിരിക്കുന്നത് മുണ്ടക്കൈ. സാറിന്റെയും സ്നേഹ ഉമ്മകൾ. സാറേ, അപ്പൊ നമ്മൾ ശിവൻകുട്ടി അണ്ണനിലേക്ക് വന്നാൽ, ലക്ഷ്മിയെ വിട്ട് ശിവൻകുട്ടി സ്ഥാനാർത്ഥി ശിവൻകുട്ടി ഇറങ്ങി എല്ലായിടത്തും വോട്ട് ചോദിക്കുകയാണ്. അദ്ദേഹം നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിക്കുകയും ചെയ്തു. ഇവരെന്നും കൈവിടില്ല എന്ന കാര്യം പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരനാണല്ലോ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചപ്പോ അതിനേക്കാൾ വലിയ നേതാവായിരുന്നില്ലേ രാജഗോപാലും കുമ്മനം രാജശേഖരനുമൊക്കെ, അവരെ തോപ്പിച്ച് എനിക്കെന്ത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. ഇവിടുന്ന് അടുത്തടുത്ത പോയിന്റുകളിലേക്ക് സാധാരണഗതിയിലുള്ള പര്യടനം പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു റഹീസ്. അപ്പോൾ സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഔദ്യോഗികമായ പട്ടിക വരുന്നതിന് മുമ്പ് തന്നെ CPM നേതൃത്വം സ്ഥാനാർത്ഥികളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പ്രചരണം തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ ഇറങ്ങി ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കൊപ്പം ഇരുന്നുകൊണ്ട് ചായ കുടിച്ച് അവർക്കൊപ്പം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ശിവൻകുട്ടി അണ്ണൻ പിന്നെ അങ്ങനെയാണല്ലോ. ശിവൻകുട്ടി അണ്ണന്റെ പൗരപ്രമുഖരെന്ന് പറഞ്ഞ ഓട്ടോറിക്ഷക്കാരൊക്കെയാണ്.